ചീക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ പച്ചക്കറി തോട്ടമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, അതുപോലെ PTA SMC അംഗങ്ങൾ, MO ചെറി, ആനിക്കാടൻ അബ്ദുറഹ്മാൻ, KV ബഷീർ, നാണി, യഹ്യ PTA ഇവരൊക്കെ ഇതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും നല്ല ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ കഴിയും. ഇതിന് സ്ഥലം അനുവദിച്ചു തന്നത് കരിങ്ങാതടത്തിൽ ചെറിയാപ്പൂ, നാണി ഇവരടങ്ങുന്ന കുടുംബമാണ്. ഇതിനുള്ള വളങ്ങളും കന്നുകാലി വളങ്ങളൊക്കെ അവരാണ് തരുന്നത്. ബാക്കിയുള്ള മറ്റ് സാധനങ്ങൾ മാത്രമേ PTA ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ഒരു പച്ചക്കറി തോട്ടമായി ഇതിനെ മാറ്റിയെടുക്കാനും സ്കൂളിലെ കുട്ടികൾക്ക് ജൈവ രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല രീതിയിലുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനും കഴിഞ്ഞു. അതുപോലെ തന്നെ ഭാവിയിൽ ഇപ്പോൾ 1 മാസം 2 മാസം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിൽപ്പനയ്ക്ക് മാത്രം കിട്ടാവുന്ന രീതിയിലുള്ള ഒരുപാട് പച്ചക്കറികളും ഇതിനകത്ത് സ്റ്റോക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഏറ്റവും നല്ല ഒരു പച്ചക്കറി കൃഷിത്തോട്ടമായിട്ട്, ഏറ്റവും നല്ല തോട്ടമായിട്ട് ഇതിനെ മാറ്റാനാണ് ഞങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നത്. അതിന് ഇവിടെ PTA-യുടെ, SMC-യുടെ, ഈ അധ്യാപകരുടെ, പ്രത്യേകിച്ച് HM-ൻ്റെ എല്ലാ ആളുകളുടെയും സർവ്വ പിന്തുണയും ഈ ഭാഗത്തേക്കുണ്ട്. ആനിക്കാടൻ അബ്ദുറഹ്മാൻ, MO ചെറി, അതുപോലെ തന്നെ നാണി, യഹ്യ PTA, KV ബഷീർ ഇവരൊക്കെ ഇതിനു വേണ്ടി ഇതിൻ്റെ പിറകിൽ വളരെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായി നമുക്ക് മാറി. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ കൃഷി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഡോളോമേറ്റ് ഉപയോഗിച്ച് മണ്ണിനെ ശരിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളുടെ ശല്യം വളരെ വളരെ കുറവാണ്. സ്യൂഡോമോണസാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചഗവ്യം ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് കീടനാശിനികളോ മറ്റുള്ളതൊന്നും വലിയ തോതിൽ ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിയേറിയ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ പച്ചക്കറിയുടെ ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ വിദേശ കൃഷിയായത് ജിർജിർ, അത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ദിവസം സലാഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൃഷിയാണത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ മൊത്തം കുട്ടികൾക്ക് 700 കുട്ടികൾക്കും ഒരു ദിവസം നമുക്ക് സലാഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂസ, അതുപോലെ തന്നെ നമ്മൾ ഷമാമ് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളും ഞങ്ങൾ അടുത്ത അധ്യയന വർഷം ആയാൽ ഇവിടെ സമ്പൂർണ്ണമായിട്ട് ഒരു പച്ചക്കറി ഞങ്ങൾ, അതായത് മത്തൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ലോങ് ലൈഫ് വരെ കുറച്ച് കാലം വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വരെ നമുക്ക് ഉൽപ്പാദിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ PTA SMC അതേമാതിരി തന്നെ നമ്മളിവിടുത്തെ മാഷന്മാർ ഇവരൊക്കെ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടോടു കൂടി ഈ കഴിഞ്ഞ ഭരണസമിതിയിലുള്ള PTA ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെല്ലാവരും നല്ല പിന്തുണ തന്നു. പിന്നെ വിദേശത്തു നിന്നൊക്കെ നമുക്ക് നല്ല, ഞാൻ സാധാരണ പോയി വരുന്ന ആളാണ്, അപ്പോൾ അതിനുള്ള വിത്തുകളും കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ നിന്ന് കൊണ്ടുവരാനും ഇതൊക്കെ പരിപോഷിപ്പിച്ചെടുക്കാനും നമുക്ക് പറ്റി. ഇനിയും ഭാവിയിൽ എല്ലാ ആൾക്കാരും സപ്പോർട്ടോടു കൂടി നമുക്ക് ഈ സ്കൂളിനെ, GUP സ്കൂളിനെ നല്ല മാതൃക, ഒരു അടുക്കളത്തോട്ടമുള്ളൊരു സ്കൂളാക്കി മാറ്റണം. അതിന് HM എല്ലാവരും നമ്മളെ കൂടെ നല്ല സപ്പോർട്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ ഭാവി പരിപാടി. ഇനിയിപ്പോൾ ഇതാ ഓരോരോ ഒന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഒക്കെ റെഡി ആയിരിക്കും. ഇങ്ങനെയുള്ളത്. ഞാൻ GUP സ്കൂൾ ചീക്കോടിലെ പ്രധാന അധ്യാപകനാണ്. സ്കൂളിൽ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണം പോഷക സമൃദ്ധമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കിയ ഒരു പരിപാടിയാണ് അടുക്കളത്തോട്ടം. അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും കുട്ടികളുടെയും സഹകരണത്തോടുകൂടി വളരെ മികവാർന്ന രീതിയിൽ ഈ ഒരു സംരംഭം നടന്നു വരുന്നു. വിഷരഹിതമായ പച്ചക്കറി നൽകുന്നതിലൂടെ കുട്ടികളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് ഞങ്ങൾ ഇതിൽ ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നു. ചീര, പയർ, പാവയ്ക്ക, ചിരങ്ങ, മത്തൻ, വഴുതന എന്നിങ്ങനെ വിപണിയിൽ വളരെയധികം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇനങ്ങളാണ് ഞങ്ങളിവിടെ പ്രത്യേകിച്ചും കൃഷി ചെയ്യുന്നത്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും പച്ചില വളം, കമ്പോസ്റ്റ് വളം, ചാണകം ഇവയൊക്കെ എല്ലാമാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്.
പ്രധാനമായിട്ടും പി ടി എയുടെ സഹകരണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. പി ടി എയിലെ SMCയിലെ അംഗങ്ങളുടെയൊക്കെ സഹകരണം അതിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് നമ്മുടെ MO ചെറി, KV ബഷീറാക്ക, അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് യഹിയ ബിനു ഷറഫ്, അതുപോലെ തന്നെ നാണി, ഇങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണവും വളരെയധികം ഈ കൃഷിക്ക് മുതൽക്കൂട്ടാണെന്ന് നമുക്ക് എന്നും എടുത്തു പറയാവുന്നതാണ്. ഏകദേശം 5 മാസമായി ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചിട്ട്. നവംബറിൽ തുടങ്ങി ഇപ്പോൾ മാർച്ച് ആകുമ്പോഴേക്ക് തന്നെ എല്ലാ മാസവും കുട്ടികൾക്കുള്ള പച്ചക്കറി ഇനങ്ങൾ ഞങ്ങൾ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്നു എന്നത് മറ്റൊരു സന്തോഷകരമായ വാർത്തയാണ്. 2022-23 വർഷത്തിൽ കീഴ്ശ്ശേരി ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ കീഴ്ശ്ശേരി ഉപജില്ലാ ഓഫീസർ അദ്ദേഹത്തിൻ്റെ സർവേയിൽ നിന്നും ലഭിച്ച വിവരം ഏറ്റവും നല്ല അടുക്കളത്തോട്ടത്തിനുള്ള അവാർഡ് GUPS ചീക്കോട് നേടി എന്ന സന്തോഷ വാർത്ത ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഒരു അടുക്കളത്തോട്ടം ഇനിയും ഈ സ്കൂൾ തുറന്നു വരുമ്പോഴും വീണ്ടും ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ, റിട്ടയർഡ് കൃഷി ഓഫീസർ അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ ഒരു സഹകരണം, അദ്ദേഹമാണ് ഈ കൃഷിക്ക് തുടക്കം കുറിച്ചത് എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.